ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മാർച്ച് 31. മാർച്ച് 31 സാമ്പത്തിക വർഷം അവസാനിക്കും. ഈ ദിവസം കാത്തിരുന്ന ഒരു കൂട്ടരുണ്ട് കേരളത്തിൽ. ഒരു കൂട്ടരല്ല, രണ്ട് കൂട്ടർ. ഒന്ന് UDF ആണ്, മറ്റൊന്ന് BJP ആണ്. രണ്ടുപേരും ചേർന്ന് സംസ്ഥാന സർക്കാരിനെ വീർപ്പ് മുട്ടിച്ച് മാർച്ച് 31 എന്നൊരു ദിവസം കേരളം അങ്ങ് വീണുപോകും. സാമ്പത്തികമായി കേരളം അതീവ ഞെരുക്കത്തിൽപ്പെടും. പദ്ധതികളുടെ ഫണ്ടുകളൊന്നും മാറിക്കൊടുക്കാൻ കഴിയില്ല. പെൻഷൻ മുടങ്ങും, ശമ്പളം മുടങ്ങും. അങ്ങനെ വലിയൊരു ദുരന്തം മുന്നിൽ കണ്ട് കാത്തിരുന്നവരാണ് UDFും അതോടൊപ്പം തന്നെ BJPയും. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ നടത്തിയിരുന്നു. അങ്ങനെയൊക്കെ അവർ ചെയ്യുമോ എന്ന സംശയമൊക്കെ ചിലപ്പോൾ ചില പ്രേക്ഷകർക്കുണ്ടാകും. അങ്ങനെയല്ല, അതിനപ്പുറവും ചെയ്യും എന്നത് നമ്മുടെ മുന്നിൽ തന്നെ ഉദാഹരണമുണ്ട്. നേരത്തെ വളരെ മുമ്പൊന്നുമല്ല, കോവിഡ് കാലത്ത് കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവ് ടെലിവിഷൻ ചാനലിൽ വന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത്, പിണറായി വരും, ഇനിയിപ്പോൾ വീണ്ടും കോവിഡ് വരും, വീണ്ടും പ്രളയം വരും, അങ്ങനെ കേരളം ദുരിതത്തിലാകും. ആ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ CPIMനെതിരെ വോട്ട് ചെയ്യും, അങ്ങനെ കോൺഗ്രസ് ജയിക്കും, വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് സ്വപ്നം കാണുകയും അത് അറിയാതെ പരസ്യമായി പറഞ്ഞു പോവുകയും ചെയ്ത തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന നേതാവ്. അത് കോൺഗ്രസിന്റെ ഒരു പൊതു സ്വഭാവമാണ്. അത് കോൺഗ്രസ്സുകാരുടെ മനസ്സിലുള്ള കാര്യമാണ്, മനസ്സിലിരിപ്പാണ്. അത് അറിയാതെ പുറത്ത് ചാടിയതാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവിൽ നിന്നും KPCC പ്രസിഡന്റിൽ നിന്നുമൊക്കെ അത്തരം വാക്കുകൾ പുറത്തു ചാടാറുണ്ട്. കേരളം ഇതാ ദുരന്തത്തിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ ജനങ്ങൾ ദുരിതത്തിൽ നിൽക്കട്ടെ. അങ്ങനെ ദുരിതത്തിൽപ്പെടുന്ന ജനങ്ങൾ CPMനെതിരെ LDFനെതിരെ വോട്ട് ചെയ്യും, അങ്ങനെ ഞങ്ങൾക്ക് അടുത്ത പ്രാവശ്യം അധികാരത്തിലേറാം എന്ന് സ്വപ്നം കാണുന്ന കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലെ ജനങ്ങളെ ദുരിതത്തിൽപ്പെടുത്തി അതിൽ നിന്ന് വോട്ട് നേടാൻ കഴിയുമോ എന്ന് നോക്കുന്ന ക്രൂര ബുദ്ധികളായ നേതാക്കളെ നമുക്ക് ഒരു ഭാഗത്ത് കാണാൻ കഴിയും. അവരോടൊപ്പം നിന്ന് അവർക്കെല്ലാം സഹായം ചെയ്തു കൊടുക്കുന്ന BJP കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അർഹതപ്പെട്ടത് നൽകാതിരിക്കുക, അർഹതപ്പെട്ടത് പിടിച്ചു വെക്കുക, പല കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകുക. കണക്ക് നൽകിയില്ല, കണക്കിൽ ഇന്ന് തെറ്റുണ്ട്, കണക്കുകൾ ഇങ്ങനെയല്ല നൽകേണ്ടത്, കണക്ക് നൽകിയതിന്റെ പ്രോട്ടോകോൾ പാലിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഇത്തരം നൊടുക്ക് ന്യായങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുക, പണം നൽകുന്നത്. അതെന്തിനാണ്? കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാൻ. അക്കാര്യം പറഞ്ഞ് കേരളം സമരരംഗത്തിറങ്ങുമ്പോൾ, അക്കാര്യം പറഞ്ഞ് നിങ്ങളും കൂടി ഞങ്ങളോടൊപ്പം സമരത്തിൽ വരണം എന്ന് പ്രതിപക്ഷത്തോട് പറയുമ്പോൾ മുഖം തിരിക്കുന്ന പ്രതിപക്ഷ നേതാക്കളെ നാം കണ്ടതാണ്. ദില്ലിയിൽ പോയി സമരം ചെയ്യേണ്ടി വന്നു കേരളത്തിലെ ജനപ്രതിനിധികൾക്ക്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്തരമൊരു സമരം നടത്തേണ്ടി വന്നത്. സമാന്തരമായി സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു. സുപ്രീം കോടതി കേരളത്തിന് അനുകൂലമായ നിലപാടെടുക്കുകയും കേരളത്തിന് അർഹതപ്പെട്ട നൽകണമെന്നും കടമെടുക്കാനുള്ള അവകാശം കേരളത്തിന് ഉണ്ട് എന്നും അത് നൽകണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ മുട്ടുമടക്കേണ്ടി വന്നു BJPക്ക് എന്നത് നമ്മുടെ മുന്നിലുള്ള സമീപകാല അനുഭവമാണ്. ആ അടി കേന്ദ്ര സർക്കാരിനോ BJPക്കോ മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ UDFന് കൂടിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി UDF നേതാക്കൾക്ക് ഇല്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് അതിനുശേഷവും അതേ അഭിപ്രായങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോഴിതാ മാർച്ച് 31 എത്തിയിരിക്കുന്നു. മണിക്കൂറുകൾക്ക് കഴിഞ്ഞാൽ മാർച്ച് 31 കഴിയും. എത്ര കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഈ മാസം ചെലവഴിച്ചത് എന്നറിയാമോ? 26,000 കോടി രൂപ. 26,000 കോടി രൂപ. സംസ്ഥാനം സാമ്പത്തിക ഞെരുക്കത്തിലാണ്, സത്യമാണ്. ആ ഞെരുക്കം ഉണ്ടാക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിനോട് അത് ആവശ്യപ്പെടുമ്പോൾ അതിനെ പിന്തുണക്കാൻ കേരളത്തിലെ UDF തയ്യാറാകുന്നില്ല, പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്ന രാഷ്ട്രീയം പറയുന്ന ഘട്ടത്തിൽ തന്നെ ഏതെല്ലാം രൂപത്തിൽ വിഭവസമാഹരണം നടത്താൻ കഴിയുമോ, ഏതു വഴിയിലൂടെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് പിടിച്ചു വാങ്ങാൻ കഴിയുമോ അതെല്ലാം ശ്രമിച്ച് അത് നേടിയെടുത്ത് 26,000 കോടി രൂപ ചെലവഴിച്ചു സംസ്ഥാന സർക്കാർ, സംസ്ഥാന ധനകാര്യ വകുപ്പ് ഈ മാസം. കഴിഞ്ഞ മാർച്ചിൽ ചെലവഴിച്ചതിനേക്കാൾ 4,000 കോടി രൂപ അധികം, 4,000 കോടി രൂപ അധികം. അതാണ് സംസ്ഥാന സർക്കാരിന്റെ നിശ്ചയദാർഢ്യം. മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കോൺഗ്രസ് എന്തു പറഞ്ഞാലും, UDF എന്ത് തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും, കേന്ദ്ര സർക്കാർ എന്തൊക്കെ രൂപത്തിലുള്ള വിലങ്ങുതടികൾ സൃഷ്ടിച്ചാലും അതിനെയൊക്കെ മറികടക്കാൻ, നിയമവഴികളിലൂടെ മറികടക്കാൻ, ഇച്ഛാശക്തിയിലൂടെ മറികടക്കാൻ കേരളത്തിന് കഴിയുമെന്ന് ആവർത്തിച്ചു പറയുന്ന നാളുകളാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത, KSRTCയുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി KTDFCക്ക് നൽകിയ 425 കോടി. പെൻഷനാണല്ലോ ഏറ്റവും പ്രധാന പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവന്നത്. പെൻഷൻ നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാമ്പത്തിക ഞെരുക്കം ഉണ്ടായിരുന്നു. അത് തുറന്നു പറഞ്ഞു ജനങ്ങളോട്. എന്താണ് സാമ്പത്തിക ഞെരുക്കത്തിന് കാരണമെന്നും പറഞ്ഞു. നവകേരള സദസ്സിലൂടെ അക്കാര്യം ജനങ്ങളോട് പറഞ്ഞു. ജനങ്ങൾക്ക് മനസ്സിലായി. കേന്ദ്ര സർക്കാരിനെ അവസരം മുട്ടുമടക്കേണ്ടി വന്നു. കേന്ദ്ര സർക്കാരിന് കേരളത്തിന്റെ കടമെടുക്കാനുള്ള പരിധി ഉയർത്തേണ്ടി വന്നു. അങ്ങനെ കേന്ദ്രത്തോട് അട്ടികൂടി പിടിച്ചു വാങ്ങിയ അവകാശപ്പെട്ട പൈസ
ആർക്കാണ് കൈമാറിയത്? കേരളത്തിലെ പെൻഷൻകാർക്ക്, പാവപ്പെട്ടവർക്ക് 3 മാസത്തെ പെൻഷൻ കൊടുത്തു തീർത്തു. ഇനിയും കൊടുക്കാനുണ്ട് 3 മാസത്തെ. ശരിയാണ്, 3 മാസത്തെ കൊടുത്തു തീർത്തു. അടുത്ത മാസം മുതൽ അതത് മാസം തന്നെ പെൻഷൻ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്ന് ഉറപ്പും അതിനുള്ള സംവിധാനവും ഒരുക്കിക്കൊണ്ടാണ് മാർച്ച് മാസം പിന്നിടുന്നത് സംസ്ഥാന സർക്കാർ. എന്തൊക്കെ പരിമിതികളുണ്ടെങ്കിലും അതെല്ലാം മറികടക്കാൻ ഏതൊക്കെ രൂപത്തിൽ ഇവിടെ കേന്ദ്ര സർക്കാരും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വവും ശ്രമിച്ചാലും അതിനെയെല്ലാം മറികടക്കാൻ ജനങ്ങളുടെ പിന്തുണയോടുകൂടി മറികടക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ മാർച്ച് മാസം പ്രതിസന്ധികളില്ലാതെ കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ 26,000 കോടി രൂപ കഴിഞ്ഞ തവണ ചെലവഴിച്ചത് 22,000 കോടി രൂപയാണ് മാർച്ച് മാസത്തിൽ. ഇത്തവണ അത് 26,000 കോടി രൂപയായി ഉയർത്താനും ആ പണം ചെലവഴിക്കാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ പദ്ധതി വിഹിതം കൃത്യമായി നൽകാനും ഒക്കെ കഴിഞ്ഞു എന്നത് കേരള സർക്കാരിനെ തലയുയർത്തി നിൽക്കാം. കേരള സർക്കാരിനല്ല, കേരള ധനകാര്യ വകുപ്പിന്, ധനകാര്യമന്ത്രി KN ബാലഗോപാലിന് അഭിമാനിക്കാം.